ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. മെസ്സി സംഹാര താണ്ഡവമാടുന്ന ഒരു വേൾഡ് കപ്പാണ് ഇത്. 39-കാരനായ മെസ്സിയുടെ ഇപ്പോഴത്തെ പ്രകടനം എല്ലാവരെയും അമ്പരപ്പിക്കുന്നതാണ്. 7 ഗോളുകൾ ഈ വേൾഡ് കപ്പിൽ അദ്ദേഹം നേടിക്കഴിഞ്ഞു. അർജന്റീന ഇപ്പോൾ മെസ്സിയെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പോലും അവർക്ക് ഏൽക്കേണ്ടി വരുന്നു. അത്രയേറെ മികവിലാണ് മെസ്സി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ വേൾഡ് കപ്പിലെ മെസ്സിയുടെ ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 8 കണക്കുകളിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് മെസ്സിയാണ്. ഒന്നാമത്തേത് ഏറ്റവും കൂടുതൽ ഗോളുകൾ. അക്കാര്യത്തിൽ മെസ്സി ജോയിന്റ് ടോപ്പ് സ്കോററാണ്. മെസ്സിയും കിലിയൻ എംബപ്പയും ഒന്നാം സ്ഥാനത്തുണ്ട്. 7 ഗോളുകൾ വീതം ഇരുവരും നേടിയിട്ടുണ്ട്. ഇനി എക്സ്പെക്റ്റഡ് ഗോൾസിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് മെസ്സിയാണ്. 3.34 XG മെസ്സിയുടെ XG ആയിക്കൊണ്ട് വരുന്നത്. മറ്റാർക്കും ഇത്രയധികം XG ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ എടുത്ത താരം മെസ്സിയാണ്. 24 ഷോട്ടുകൾ മെസ്സി എടുത്തിട്ടുണ്ട്. ടാർഗറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ഉതിർത്ത താരം മെസ്സിയാണ്. 15 ഷോട്ടുകൾ ലക്ഷ്യത്തിലേക്ക് മെസ്സി ഉതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മത്സരത്തിൽ ശരാശരി ഏറ്റവും കൂടുതൽ ഷോട്ട്സ് എടുത്ത താരം അത് മെസ്സിയാണ്. ശരാശരി 6 ഷോട്ടുകൾ വീതം ഓരോ മത്സരത്തിലും മെസ്സി ഉതിർക്കുന്നു. അതുപോലെ തന്നെ ഒരു ടീം നേടിയ ഗോളുകളിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിയ താരം അത് മെസ്സിയാണ്. അർജന്റീന നേടിയ ഗോളുകളിൽ 64% ഇപ്പോൾ മെസ്സിയുടെ ബൂട്ടിൽ നിന്നാണ് പിറന്നിട്ടുള്ളത്. മറ്റൊരു താരത്തിനും ഇത് അവകാശപ്പെടാൻ ഇല്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് കോൺട്രിബ്യൂഷൻ പെർസെൻറ്റേജ് ഇപ്പോൾ വരുന്നത് മെസ്സിയുടേതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഈ വേൾഡ് കപ്പിൽ നേടിയ താരം മെസ്സിയാണ്. whoscored.comന്റെ കണക്കുകൾ പ്രകാരം 8.9 മെസ്സിയുടെ ഒരു റേറ്റിംഗ് ആയിക്കൊണ്ട് ഈ വേൾഡ് കപ്പിലെ റേറ്റിംഗ് ആയിക്കൊണ്ട് വരുന്നത്. മറ്റാർക്കും ഇത്രയധികം റേറ്റിംഗ് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കളിച്ച എല്ലാ മത്സരങ്ങളിലും മെസ്സി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കേപ്പ് വെർദേക്കെതിരെയുള്ള മത്സരത്തിലും മെസ്സി മനോഹരമായ ഒരു ഗോൾ നേടിയിരുന്നു. ഏതായാലും മെസ്സിയുടെ ഈ ഒരു പ്രായത്തിലെ ഈ പ്രകടനം അത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.